നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ ഒരു മഹാമാരി പോലെ നിശബ്ദമായി ബാധിക്കുന്ന സ്ക്രീൻ അഡിക്ഷനെക്കുറിച്ച്. ഈ കയ്യിലിരിക്കുന്ന ചെറിയൊരു ഫോൺ ലക്ഷക്കണക്കിന് കുട്ടികളുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഒന്ന് വിശദമായിട്ട് നോക്കാം. നമുക്കൊരു നിമിഷം പുറകോട്ട് പോകാം. ഒരു 1990കളിലെ ഒരു വീടൊന്ന് ഓർത്തു നോക്കിയേ. അച്ഛൻ പത്രം വായിക്കുന്നു, അമ്മ അടുക്കളയിലെ വിശേഷങ്ങൾ പറയുന്നു, കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നു. എല്ലാവരും ഒരുമിച്ചാണ്, പരസ്പരം സംസാരിക്കുന്നു, ചിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തേക്ക് വരാം, 2025ലേക്ക്. ഒരു മുറിയിൽ എല്ലാവരുമുണ്ട്, പക്ഷെ ആരും ഒന്നിച്ചല്ല. ഓരോരുത്തരും അവരവരുടെ ഫോണിന്റെ ലോകത്ത് ഒറ്റയ്ക്കാണ്. പുറമേന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, അല്ലേ? പക്ഷെ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ അപകടമുണ്ട്. അവിടെ സംസാരമില്ല, ചിരിയില്ല, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ബന്ധങ്ങളില്ല. മുഖങ്ങളിൽ സ്ക്രീനിന്റെ നീല വെളിച്ചം മാത്രം. ഇതാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഈയൊരു വൈകാരികമായ കാഴ്ചയിൽ നിന്ന് നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് പോകാം. അപ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക. 2024 ഇന്ത്യയിലെ 70,000-ലധികം മാതാപിതാക്കൾക്കിടയിൽ ഒരു സർവേ നടത്തി. അതിലെ കണ്ടെത്തലുകൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. 2/3 മാതാപിതാക്കളും, അതായത് 66% പേരും സമ്മതിക്കുന്നു തങ്ങളുടെ കുട്ടികൾ സ്ക്രീനിന് അടിമകളാണെന്ന്. പോലാത്തതിന് 58% പേരും പറയുന്നു ഈ അഡിക്ഷൻ കാരണം കുട്ടികളിൽ ദേഷ്യവും ക്ഷമയില്ലായ്മയും കൂടുന്നുണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന, അതായത് WHO പറയുന്നത് എന്താണെന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്നും നോക്കൂ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പാടേയില്ല, 0 മണിക്കൂർ. പക്ഷേ ഇന്ത്യയിലെ ശരാശരിയോ 1.2 മണിക്കൂർ. ഇനി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 1 മണിക്കൂറാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾ ശരാശരി 2.2 മണിക്കൂറിലധികം സ്ക്രീനിന് മുന്നിലാണ്. എത്ര വലിയ വ്യത്യാസമാണെന്ന് നോക്കൂ. അപ്പോ ഇത്രയും നേരം സ്ക്രീൻ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? കുട്ടികളിൽ ഇത് ശാരീരികമായും മാനസികമായും വൈകാരികമായും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ആരോഗ്യ വിദഗ്ധർ പ്രധാനമായും 3 ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് തരുന്നത്. 1 കാഴ്ചക്കുറവ് അല്ലെങ്കിൽ മയോപ്യ, 2 ഉറക്കമില്ലായ്മ, പിന്നെ 3ാമത്തേത് അമിതവണ്ണം. ഇവ ഓരോന്നും എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ ഹോർമോണുണ്ട്, പേര് മെലറ്റോണിൻ. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു സ്ലീപ്പ് ഹോർമോണാണിത്. രാത്രിയാകുമ്പോൾ ശരീരം ഇത് പുറത്തുവിടും, അപ്പൊ നമുക്ക് ഉറക്കം വരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഈ ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ബ്ലോക്ക് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഈ നീല വെളിച്ചം മുതിർന്നവരെ ബാധിക്കുന്നതിനേക്കാൾ ഇരട്ടി ശക്തിയോടെയാണ് കുട്ടികളെ ബാധിക്കുന്നത്. കുട്ടികളുടെ തലച്ചോറിൽ മെലറ്റോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മുതിർന്നവരെക്കാൾ 2 ഇരട്ടിയാണ്. അതായത് ഉറക്കമില്ലായ്മ അവരെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് കുട്ടികളുടെ മാനസിക വളർച്ചയെയും തലച്ചോറിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കും. ഉദാഹരണത്തിന്, ജമ്മുവിലുള്ള പ്രിയ എന്ന അമ്മയുടെ ഒരു അനുഭവമുണ്ട്. അവരുടെ 5 വയസ്സുകാരിയായ മകൾക്ക് അമിതമായി സ്ക്രീൻ ഉപയോഗിച്ചത് കാരണം സംസാരിക്കാനുള്ള കഴിവ് വളരെ വൈകിപ്പോയി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ? ഇതൊരു യാഥാർത്ഥ്യമാണ്. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്നതും ഓടിച്ചാടി നടക്കുന്നതുമൊക്കെ ഒരുപാട് കുറഞ്ഞു. ജയിലിലെ ഒരു തടവുകാരന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ സമയമാണ് ഇന്ന് പല കുട്ടികളും വീടിനു പുറത്ത് ചിലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ സ്ക്രീനുകളിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും പറ്റാത്തത്? ഇത് മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ മാത്രം കുഴപ്പമാണോ? അല്ല, ഇതിന് പിന്നിലൊരു സൈക്കോളജിയുണ്ട്, ഒരു കെണിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ലഹരി പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോറിലെ ഡോപ്പമിൻ എന്നൊരു കെമിക്കലിന്റെ കളിയാണിത്. സ്ക്രീനിൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കാണുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസാവും. നമുക്കൊരു സന്തോഷം കിട്ടും. കുറച്ചു കഴിയുമ്പോൾ അതേ സന്തോഷം കിട്ടാൻ തലച്ചോറിന് കൂടുതൽ ഡോപ്പമിൻ വേണ്ടിവരും. അപ്പോ കുട്ടി കൂടുതൽ സമയം സ്ക്രീനിൽ നോക്കിയിരിക്കും. ഇതൊരു സംയുക്ത ചെയിനാണ്. കൊക്കോമെലൻ പോലുള്ള കാർട്ടൂണുകൾ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണെന്ന്. പക്ഷെ ശരിക്കും അതൊരു ഡിജിറ്റൽ മയക്കുമരുന്നാണ്. അതിലെ കടുത്ത നിറങ്ങൾ, ഓരോ 2 സെക്കൻഡിലും മാറുന്ന രംഗങ്ങൾ, നിർത്താതെയുള്ള ചലനങ്ങൾ, ഇതെല്ലാം കുട്ടികളുടെ തലച്ചോറിനെ ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യും. അവർ സ്ക്രീനിൽ തന്നെ പിടിച്ചിരുത്തും. പിന്നെ യഥാർത്ഥ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധ കിട്ടാതെയാവും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ഭീകരതയെക്കുറിച്ചും സംസാരിച്ചു. കേട്ടിട്ട് ചിലപ്പോ പേടി തോന്നുന്നുണ്ടാവാം.
പക്ഷെ പേടിക്കണ്ട, ഇതിന് പരിഹാരമുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തെ തിരിച്ചുപിടിക്കാൻ പറ്റും. അതിന് ചില പ്രായോഗികമായ വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ സ്വയം ഒരു മാതൃകയാവുക എന്നതാണ്. കുട്ടികളുടെ മുന്നിലിരുന്ന് നമ്മൾ ഫോണിൽ കളിച്ചിട്ട് അവരുടെ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പിന്നെ വീട്ടിൽ ബെഡ്റൂം, ഡൈനിങ് ടേബിൾ തുടങ്ങിയ സ്ഥലങ്ങൾ സ്ക്രീൻ ഫ്രീ ആക്കുക. ഓർക്കുക, ഇത് നമ്മളും കുട്ടിയും തമ്മിലുള്ള യുദ്ധമല്ല, നമ്മളും സ്ക്രീനും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കുട്ടികൾക്ക് എഡിക്ഷൻ ആ സ്ക്രീനിനോടല്ല, സ്ക്രീൻ അവർക്ക് കൊടുക്കുന്ന ഒന്നിനോടാണ്. അതെന്താണ്? ശ്രദ്ധ, അംഗീകാരം, ഒരു കണക്ഷൻ. യഥാർത്ഥ ജീവിതത്തിൽ അവർക്ക് കിട്ടാതെ പോകുന്ന ഇതെല്ലാം അവർ ആ ഡിജിറ്റൽ ലോകത്ത് തിരയുന്നത്. അപ്പോ അവസാനം ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്ക് കുറച്ച് സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് ഇരുത്താൻ വേണ്ടി നമ്മൾ അവരുടെ കയ്യിൽ ഫോണ് കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ഭാവിയാണോ പണയം വെക്കുന്നത്, അവരുടെ ആരോഗ്യമാണോ പണയം വെക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. പിന്നീട് ഒരുപാട് വൈകി ഖേദിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ ഒരു മാറ്റം വരുത്തുന്നതാണ്.